ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സലാം അലി. ഞാൻ 15 കൊല്ലമായിട്ട് ഗാർഡൻ ഫീൽഡിലുണ്ട്. ഞാൻ ഗാർഡനറാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഗ്രാസ് വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, എങ്ങനെ ഈ ഗ്രാസ് വെക്കും. ഞങ്ങൾ ഓൾറെഡി വീട്ടിലാരെങ്കിലും ഗ്രാസ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഇൻഡോർ ഗ്രാസ് എങ്ങനെയാണ്, ഔട്ട്ഡോർ ഗ്രാസുകൾ എങ്ങനെയാണ്, ഗ്രാസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, മെയിൻ്റനൻസ് കൂടുതലാണോ, അങ്ങനെയുള്ള പല സംശയങ്ങളും ഇപ്പോൾ പൊതുവെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു ചാനൽ, സൊല്യൂഷന് വേണ്ടി ഒരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ചാനലിന്റെ പേര് സ്കൂൾ ഓഫ് ഗാർഡൻ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ വേണം. ഞാൻ എല്ലാം ഗാർഡനെ കുറിച്ചും പ്ലാന്റ്സുകളെ കുറിച്ചും പോട്ടുകളെ കുറിച്ചും മാനുവൽ ബാക്കിയുള്ള എന്തൊക്കെയാണ് എക്സ്റ്റീരിയറിൽ പറഞ്ഞ ഗാർഡൻ ഡിവിഷനിൽ എന്തൊക്കെ സംശയങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ഒരു ഗാർഡനറെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ ഗാർഡൻ ചെയ്യുന്നവരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ടൈപ്പ് ഓഫ് ഗ്രാസുകൾ ഏതൊക്കെ ടൈപ്പുകളാണ് വരുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഗ്രാസുകളാകുമ്പോൾ മെക്സിക്കൻ ഗ്രാസ് വരുന്നുണ്ട്, ബഫലോ ഗ്രാസ് വരുന്നുണ്ട്, പേൾ ഗ്രാസ് വരുന്നുണ്ട്, കൊറിയൻ ഗ്രാസ് വരുന്നുണ്ട്. ഇപ്പോ എക്സ്റ്റീരിയർ ആണെങ്കിൽ മാക്സിമം വെയിലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് മെക്സിക്കൻ ഗ്രാസും, മെക്സിക്കൻ ഗ്രാസിന്റെ പിൻ പോയിന്റ് വരുന്നുണ്ട്, കൊറിയൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ മെക്സിക്കൻ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ 3 തൊട്ട് 4 മാസം വരെയാണ്, അതായത് 90 തൊട്ടിട്ട് 120 ഡേയ്സ് ആണ് ഗ്രാസ് കട്ട് ചെയ്യാനുള്ള ഏജ് വരുന്നത് നോർമലി. അതുപോലെ കൊറിയൻ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയൻ ഗ്രാസ് ഓൾറെഡി ഇത് കുറച്ച് ലെങ്ത് ഉള്ളതാണ്, 3 ഇഞ്ച് 3.5 ഇഞ്ച് 2.5 ഇഞ്ച് ഒക്കെ ഇതിന്റെ ലെങ്ത് വരും. അതായത് നമുക്കൊരു വളം നല്ലോണം ട്രീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പൊതുവെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാസമോ അല്ല 1.5 മാസമോ ഒക്കെ കൂടുമ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ മാനുവൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മെക്സിക്കനെ പോലെ തന്നെ ചെയ്യാം. എന്നാലും നമുക്ക് ഗ്രീനറി ഡാർക്ക് ഗ്രീൻ ആയിട്ട് കിട്ടുന്നെങ്കിൽ ഏറ്റവും നല്ലത് മെക്സിക്കൻ പിൻ പോയിന്റ് ആണ്, മെയിൻ്റെനൻസ് കൊണ്ടും നോർമലി കാണാനുള്ള ഭംഗി കൊണ്ടും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇൻഡോർ ആണ്. പൊതുവെ നമ്മുടെ മാവിന്റെ സൈഡ് പൊതുവെ ഓൾറെഡി ഒരു ഷെയ്ഡുള്ള സ്ഥലങ്ങളായിരിക്കും ചിലവരുടെ വീടുകൾ. ഇനി ഭാവിയിൽ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറെ ട്രീസുകൾ നമ്മൾ നോർമലി ചെയ്യാറുണ്ട്, ഫ്രൂട്ട്സുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവർ ഓൾറെഡി കുറച്ചും കൂടി ബിഗ് ആയി കഴിയുമ്പോൾ നമുക്ക് ചോലകൾ വരും. ചോലകൾ വരുമ്പോൾ ഓൾറെഡി ആ ഏരിയകളിൽ ഗ്രാസ് പിടിക്കാതെ വരും. അപ്പോൾ നമ്മളെ പ്ലാന്റ്സുകൾ കൂടുതൽ ചെയ്യുന്നത്, അതായത് ട്രീസുകളാണെങ്കിലും ഫ്രൂട്ട്സുകളാണെങ്കിലും നമ്മൾ ഗാർഡനിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ബഫലോയോ അല്ലെങ്കിൽ പേളോ അങ്ങനെയുള്ള ഗ്രാസുകൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഷെയ്ഡ് ഒന്നും വരില്ല, പിന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണ്. ഈ മെയിൻ്റെനൻസ് ഫ്രീ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഓൾറെഡി ഒരു തെറ്റിദ്ധാരണയുണ്ട്, പുല്ല് വലുതാവില്ല അതുകൊണ്ടാണ് വെട്ടേണ്ട. അങ്ങനെയല്ല, നമുക്കത് വെട്ടി ഇല്ലെങ്കിലും ഒരു പക്ഷേ ഈ നീളം വെച്ച പുല്ല് നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. അന്നെങ്കിൽ നോർമലി ഇപ്പൊ കളകളാണ് പൊതുവെ പ്രശ്നങ്ങൾ വരുന്നത്. മെക്സിക്കനിലോ അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പേൾ ഗ്രാസിലോ ബഫലോയിലോ ബീഡ്സുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ സപ്പോർട്ടഡ് ആണ് ഇവർ ഓൾറെഡി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. നോർമലി അല്ല, മെക്സിക്കൻ പിൻ പോയിന്റോ അല്ലെങ്കിൽ കൊറിയൻ ഗ്രാസിലാണെങ്കിൽ കളകൾ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആണ്, നമുക്ക് ഓൾറെഡി ഐവ്യൂ വരുമ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ട് ഇരിക്കും. അങ്ങനെയാണ് ഗ്രാസുകളുടെ ടൈപ്പുകൾ വരുന്നത്. പിന്നെ അതിന്റെ ശേഷമുള്ള നമ്മളത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഈ ഗ്രാസുകൾ എങ്ങനെ വെക്കും എന്നുള്ളതാണ്. നമുക്ക് നിലം ക്ലീൻ ചെയ്യുമ്പോൾ മാക്സിമം ചെയ്യേണ്ടത് മണ്ണുകളും പൊതുവെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് പോകണം. ചിലപ്പോൾ ഭൂമിയിൽ പല ആളുകളുടെ വീടുകളിൽ ഓൾറെഡി റെഡ് എർത്ത് ഓൾറെഡി ഉള്ള ഏരിയ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എടുത്ത് ക്ലീൻ ചെയ്ത് പോവാം. നോർമലി പുറത്തുനിന്ന് എടുക്കുന്ന മണ്ണുകളാണെങ്കിൽ അതിൽ വരുന്ന മരക്കഷ്ണങ്ങളും കളകളും ഓൾറെഡി വരുന്നുണ്ട്, കട്ടകളും എല്ലാം എടുത്ത് കളയുക. കാര്യം 50 mm ഓൾറെഡി 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ 30 mm എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്ന കല്ലുകളെല്ലാം എടുത്ത് കളയുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഓൾറെഡി പലക കൊണ്ടോ അല്ലെങ്കിൽ നോർമലി ഒരു എന്താ പറയുക സ്കെയിൽ പോലെ എന്തെങ്കിലും ഹൈറ്റ് ഉള്ളത് ഒരു 3 അടിയോ 2 അടിയോ ലെങ്ത് ഉള്ളത് കൊണ്ട് നോർമലി നമുക്കൊന്ന് ലെവൽ ചെയ്ത് പോവാം. അത് ആ ഇന്റർലോക്ക് ഒക്കെ ശരിക്കും ലെവൽ ചെയ്യുന്നത് കാണാം, ബേബി മെറ്റൽ സ്റ്റോൺസുകളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ കുറച്ച് ലെവൽ ചെയ്ത് പോവാം. പിന്നെ 500 സ്ക്വയർ ഫീറ്റിന് പൊതുവെ നമുക്ക് ഓൾറെഡി ഒരു സ്ലോപ്പും കൊടുക്കേണ്ടതാണ്. നോർമലി നമ്മൾ അത് ലെവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് മിക്സിംഗ് ആണ്. നമ്മൾ ചെയ്യുന്ന മിക്സിങ്ങിന്റെ വളങ്ങൾ പൊതുവെ വരുന്നത് നമ്മളൊരു 10 ചട്ടിയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു 6 ചട്ടി മണ്ണിടുക, ഒരു 3 ചട്ടി മണലിടുക, ഒരു 2 ചട്ടി കമ്പോസ്റ്റ്, ഒരു ചട്ടി മിക്സിങ് എല്ലും കൂടിയും വേപ്പും പിണ്ണാക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ടോപ്പ് വളം കൊടുക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ഒരു വളം ചെയ്തില്ലെങ്കിൽ ഗ്രാസ് ടർഫ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ യൂറിയ ചെയ്യാറുണ്ട്, മഗ്നീഷ്യം ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു വളമല്ല, അത് ഫെർട്ടിലൈസർ. ശരിക്കും മഗ്നീഷ്യം ഒക്കെ ചെയ്യുന്നത് ഗ്രാസ് വെട്ടിക്കഴിയുമ്പോൾ ഒരു ഗ്രീനറി കുറവോ അല്ലെങ്കിൽ ഗ്രോത്ത് കുറവോ വരുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഗ്രീനറി ആക്കുന്നതാണ്
ഈ പറയുന്ന മഗ്നീഷ്യവും ഈ യൂറിയ അതൊരിക്കലും ഒരു വളം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് വരുന്നില്ല. നോർമലി നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഗ്രാസ് ചെയ്യുമ്പോൾ താഴ്ത്തു കൊടുക്കുന്ന വളങ്ങൾ അതാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അതിൽ ഡിപ്പെൻഡിങ് വരുന്നത് ശരിക്കും ഗ്രാസുകൾക്ക് ഒരു ഡിപ്പെൻഡിങ് മാനുവർ എന്ന് പറഞ്ഞ് വരുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് നമ്മൾ ഗ്രാസ് ചെയ്യുമ്പോൾ ട്രീകൾക്ക് സപ്പോർട്ട് കൊടുക്കുക. അതായത് ട്രീകളും നോർമലി ട്രീകളിലേക്ക് പോകുന്ന സമയത്ത് ട്രീകളുടെ റൗണ്ടിലോ എന്തെങ്കിലും ഇത്ര ഏരിയ ഒന്ന് ഓപ്പൺ ആക്കി ഇടുക. കാരണം എന്ന് വെച്ചാൽ ഭാവിയിൽ വളങ്ങൾ ചെയ്യാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പെബിൾ കൊണ്ട് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ബുഷി പ്ലാന്റുകളുണ്ട്, ഈ ഷർട്ട്സ് പോലത്തെ പ്ലാന്റുകളുണ്ട്. അപ്പൊ ഷർട്ട്സ് പോലത്തെ പ്ലാന്റുകൾ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് കൊടുക്കാം, അത് ഭംഗിയാക്കാം. നമുക്ക് അവർക്ക് ഒരു സപ്പോർട്ടഡ് ആയിട്ട്, അതായത് ട്രീക്ക് ഒരു തെങ്ങിനാണെങ്കിൽ പോലും അതിന് സപ്പോർട്ടഡ് ആയിട്ട് ഒരു ഡിസൈൻ എന്നുള്ള രീതിയിലാണ് ചെയ്തു പോകാറുള്ളത്. പിന്നെ ചെയ്യുന്നത് നമ്മൾ വീണ്ടും വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടർഫിങ്ങിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ നോർമൽ ലാൻഡിനെ കുറിച്ച് പറഞ്ഞത്. ഇനി പറയാനുള്ളത് വെച്ചാൽ നമുക്ക് പ്ലാന്റിങ് ഓപ്ഷൻ കൂടി ഉണ്ട്. പ്ലാന്റിങ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആ ഗ്രാസ് ആണെങ്കിൽ തന്നെ അത് അഴിക്കുന്ന രീതികളുണ്ട്. നമുക്ക് ഭാവിയിലാണെങ്കിലും ഞങ്ങൾ ഇനിയും വീഡിയോയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് ലൈവായിട്ട് ഇവിടുത്തെ സ്പേസുകളൊക്കെ നമ്മൾ സൈറ്റുകൾ വർക്ക് നടക്കുമ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള ലൈവ് തരുന്നുണ്ട്. ഇതിപ്പോ ഞങ്ങളുടെ ഓഫീസ് ആയതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രാസ് അഴിച്ചിട്ട് മെക്സിക്കൻ ഗ്രാസ് ആണെങ്കിലും അഴിച്ചിട്ട് 2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഈ ഞാറ് നടുന്ന രീതിയിൽ നട്ടുകൊടുക്കാം. നട്ടുകൊടുത്ത് നോർമലി ഒരു 10-12 ദിവസം കഴിയുമ്പോൾ ഓൾറെഡി അവിടെ നിന്ന് ഇവിടെ നിന്ന് കളകൾ ഗീഡ്സുകൾ വരാൻ തുടങ്ങും. നമുക്ക് അവിടെ റിമൂവ് ചെയ്യാം. അങ്ങനെ 90 ദിവസം 3 മാസം 90 ദിവസം ആവുമ്പോൾ ഓൾറെഡി ടർഫ് ആവും. ഈ ടർഫിന് മുമ്പ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് മെയിൻ്റെനൻസ് എന്നുള്ള രീതിയിൽ ഈ കളകൾ 15-ാം ദിവസം തന്നെ വരണമെന്നില്ല കേട്ടോ. ചില മണ്ണുകളാണ് ഈ വരുന്ന മണ്ണുകളുണ്ടാവും. ചില ഭൂമിയിലുള്ള മണ്ണുകളാണെങ്കിൽ അതിന് കളയുന്നുണ്ടാവും. നമുക്ക് അതൊന്ന് യൂസ് ചെയ്ത് ചെയ്യാം. അല്ലാതെ നമ്മൾ അപ്പോൾ ലോഡായിട്ട് വരുത്തുകയാണെങ്കിൽ അതിൽ കളകൾ വരും. അതിങ്ങനെ 15 ദിവസം കൂടുമ്പോൾ 3 മാസം തന്നെ റിമൂവ് ചെയ്യണം. അതിന് 2-2.5 മാസം ആകുമ്പോൾ തന്നെ ഓൾറെഡി ഗ്രാസ് ബോൾ പോലെ വന്നിട്ട് ഓൾറെഡി റൂട്ടുകൾ മോളിൽ കൂടി തന്നെ റൂട്ടല്ല അതിന്റെ ഓൾറെഡി സ്റ്റംസുകൾ ഓൾറെഡി ഇങ്ങനെ ലോക്കായിട്ട് വരും. ലോക്കായി വരുമ്പോൾ നമ്മളൊന്ന് ഡ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യം നട്ട ബുഷ് ഒന്നൊരു ബോർഡ് പോലെ ആയിരിക്കും വരുന്നത്. അതിന് മാത്രം ഒന്ന് ടോപ്പ് കട്ട് ചെയ്ത് കൊടുത്താൽ എല്ലാം, അതായത് 1 മാസം കഴിയുമ്പോൾ തന്നെ എല്ലാം ഫ്ലാറ്റ് പോലെ വളരും. അത് കഴിഞ്ഞ് 3-ാം മാസമാണ് ഈ സംഭവം നോർമലി ഒരു മെഷീൻ എടുത്ത് അങ്ങനെ കട്ട് ചെയ്താൽ നോർമലി അത് കഴിഞ്ഞ് യൂറിയോ മഗ്നീഷ്യോ ചെയ്താൽ വിത്തിൻ ഒരു 15 ദിവസം മാക്സിമം. അത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ എങ്ങനെയാണ് ഒരു ടർഫ് ചെയ്ത ഗ്രാസ് അതുപോലെയാവും. പിന്നെ എപ്പോഴും നമ്മൾ ടർഫ് ചെയ്യുന്നതിലുപരി പ്ലാന്റിങ് ആണ്. പക്ഷെ പ്ലാന്റിങ്ങിന് കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലാണ്. 90 ദിവസം, ചിലപ്പോൾ 100 ഡേ അല്ലെങ്കിൽ 110, അതായത് ഓരോ സ്പേസ് അനുസരിച്ചാണ്. പിന്നെ നനക്കുന്നത് നോർമലി നമ്മളൊരു ടർഫ് വെക്കുകയാണെങ്കിൽ ഒരു 2 ടൈം, ഫസ്റ്റ് ടൈം 1 വീക്ക് നനച്ചാൽ മതി. 1 വീക്ക് കഴിയുമ്പോൾ 1 ടൈം ആക്കാം. പക്ഷേ പ്ലാന്റിങ് എന്ന് പറയുമ്പോൾ ഈ 3 മന്ത്സും 3 ടൈംസ് നനക്കണം, രാവിലെ ഉച്ചക്ക് വൈകിട്ട്. കാരണം ഓൾറെഡി വെയിലടിക്കുമ്പോൾ മണ്ണിലേക്ക് ഓൾറെഡി അടിക്കും. അപ്പോൾ ഡ്രൈ ആവും, ഭൂമി ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം നോക്കുക. പിന്നെ ഈ ടൂൾസുകൾ, ഈ ഗാർഡൻ ടൂൾസുകൾ, അതും ഞാൻ ഭാവിയിൽ വീഡിയോയിൽ നമുക്ക് ഈ ഗ്രാസുകൾക്കും പ്ലാന്റുകൾക്കും എങ്ങനെയൊക്കെ ടൂൾസുകൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളത് പറയുന്നുണ്ട്. നോർമലി എന്നാലും നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കുളത്ത് പോലെ വരുന്നത്. ഈ ടൂൾസുകൊണ്ട് ഒന്ന് മാന്തി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു എന്താ പറയാ, ചെറിയൊരു കമ്പി വളച്ചെടുത്താൽ മതി. ഒന്ന് ഡ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ബോർഡ് ഗ്രാസ് വന്ന് കഴിയുമ്പോൾ ഒന്ന് ഡ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ റൂട്ടുകൾ പെട്ടെന്ന് സ്പീഡാവും. അങ്ങനെ ഗ്രാസ് ചെയ്യാം. പിന്നെ ഇതിലുപരി മാക്സിമം ഞാൻ എല്ലാം പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവുന്ന സംശയങ്ങളോ, ലൈവ് ചാറ്റ് ഉണ്ട്. ഞങ്ങളുടെ ഈ പേജിൽ തന്നെ ലൈവ് ചാറ്റ് ഉള്ളതാണ്. നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ടീമുകളെല്ലാം റെഡിയാണ്. ഞങ്ങളുടെ ടീംസുകളെല്ലാവരും റെഡിയാണ്. അപ്പൊ കയ്യോടെ തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ തരാം. ഇനി അത് അല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ കോൺടാക്ട് നമ്പർ തരാം, ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഒരു കൺസൾട്ടൻസി മെയിൻ ആയിട്ട് അതാ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈ ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബിസിനസ്സിൽ നിന്നല്ലേ ഉപരി സ്കൂൾ ഓഫ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു സ്കൂളാണ് നിങ്ങളുടെയൊക്കെ. ആ സ്കൂളിൽ ഗാർഡനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയാ, ഒരു ഡൊണേഷനോ ഒന്നുമില്ലാതെ നമ്മൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. താങ്ക്സ്.